ഞാൻ വിളിക്കുമ്പോൾ വരി വരിയായിട്ട് വരുന്ന കാണാം. നമ്മൾ മനോഹരമായ ഒരു കാഴ്ച കാണിക്കാനാണ് വന്നത്. നമ്മുടെ സൂസിയാണിത്. 3 പേരോടെ സൂസി നല്ല മൂഡ് ഓഫിലാണ്. ഒരാൾ എന്നെ കണ്ടു, സൗണ്ട് കേൾക്കുന്നുണ്ട്. സൂസിക്കുട്ടിയെ, സൂസിയുടെ മക്കൾ കുട്ടിയെ, എന്താ ഒരാൾ ഓടി എത്തി. അടുത്ത ആൾ ഓടി വരികയാണ്. ഇവൻ അമ്മയെ പോലെ ആണെങ്കിലും തലയിലൊരു വരയൊക്കെ ഉണ്ട് കേട്ടോ. അവന് പേടിത്തൊണ്ടന്മാരാണ്. എന്നും പേടിത്തൂരിയായ അമ്മ ഇതാ നിൽക്കുന്നു. ഇന്ന് ഇവിടെ സൂസിക്കുട്ടി അതാ പോകുന്നു. നിന്ന് അവൾക്ക് അവനും കൂടി പാല് കൊടുത്തിട്ട് പോടാ സൂസി. അങ്ങനെ അനുസരണയൊക്കെ വേണം. നല്ല അനുസരണമുള്ള സൂസിക്കുട്ടിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സൂസിയുടെ വീഡിയോ എല്ലാവരും കണ്ട് ഒരുപാട് കമൻ്റ് അടിച്ചു. അതിനുവേണ്ടി എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി പറയുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അന്ന് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു കുറച്ച സൗണ്ട് കേട്ടായിരുന്നു. വീട്ടിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ചോദിക്കും, ആരടാ എൻ്റെ വീട്ടിനകത്ത് വന്നത്? ഈ ആദ്യം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പഠിക്കും. അതെ, വരിയായിട്ട് വരികയാണേ. ഇത് 3 പേര്. എൻ്റെ അടുത്ത് 3 പേര് ഇപ്പോൾ ഉണ്ട്. നല്ല ചക്കര കുട്ടന്മാരാണേ. അയ്യോ, എന്ത് രസം നോക്കും മക്കളെ. എല്ലാവരുടെയും വാലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടുപിടിക്കുക. നിൽക്കുന്ന 4 പേരുടെയും വാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ, എന്താണ് അവരുടെ പ്രത്യേകതയെന്ന്. പിന്നെ 3 പേരുടെ നമ്മുടെ എന്താ പറയുക, നെറ്റിയിൽ നല്ല ഒരു കുറിയിട്ടതുപോലത്തെ അതേ ഷേപ്പിൽ കുറിയിട്ടതുപോലത്തെ ലൈനിങ് ഒക്കെ ഉണ്ട്, വെള്ള. ബാക്കി 3 ഗുണ്ടകളുണ്ട്. ഇവന്മാരുടെ 3 കറുത്ത മുഖമാണ്. അത് നല്ല രസമുണ്ട്, ക്യൂട്ട്. അയ്യോ, വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ മക്കൾ വളരെ ഹാപ്പി ആയേനെ. അവർക്ക് ഇതിനൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇത്രയും ചെറിയ ഹോളിനകത്തുനിന്ന് എങ്ങനെ ഇറങ്ങി വരുന്നതെന്ന് തരും ഇവരൊക്കെ. നീ എങ്ങനെയാണ് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കയറി പോകണം. ഇങ്ങോട്ട് കയറി വേടാ. ഇതൊന്നും അറിയാതെ സൂസി ചേച്ചി അങ്ങനെ നിൽക്കുകയാണ്. സൂസി ചേച്ചി, ഇത് എൻ്റെ പുറകിലൊക്കെ വന്ന് കടിക്കുന്ന കേട്ടോ. പുറകിലൊന്നും കടിക്കണ്ട, ഇങ്ങോട്ട് വാ. എനിക്ക് തോന്നുന്നു ഇവർ മിണങ്ങി തുടങ്ങി എന്നുമായിട്ട്. ഇവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ പാല് കൂടി തീർന്നില്ല എന്ന് തോന്നുന്നു. പാല് കൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്, കണ്ടില്ലേ? ഈ ക്യാമറയൊക്കെ കാണുമ്പോൾ വലുതാണെന്നേ ഉള്ളൂ. കുറച്ച് പുറകിലോട്ട് നിർത്തുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞുങ്ങളാണ്. ഇവിടെ വീഴും. എന്തായാലും നല്ല രസമുണ്ട് ഇവരുടെ വാലിലെ ഈ കളർ കണ്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. അത് കാരണം ആട്ടുമ്പോൾ കുറച്ചും കൂടി രസമുണ്ട്. കണ്ടോ 3 പേരും കൊണ്ടിട്ട് ആട്ടുന്ന കണ്ടോ, രസം. അവർക്ക് വാലുണ്ടെന്ന് കഴിഞ്ഞാൽ അവർ 3 പേര് മാത്രം വാലിട്ട് ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പാവം ഇയാളെന്ത് പറയുന്നോ എന്തോ എന്നെക്കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്. അല്ലേ സൂസി? അയ്യോ എന്താളിമാ, വില്ലത്തനൊക്കെ ഉണ്ട്, എനിക്കറിയാം. എല്ലാവരും ചാടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരും കൂടി വിളിക്കടാ കുഞ്ഞെ, 2 പേരവിടെ. കണ്ടാ, സിംഹത്തിനെ പോലെ ഇറങ്ങി വരികയാണ്. സിംഹം കണ്ടാലും സിംഹക്കുട്ടികൾ തന്നെ 6 പേര്. അല്ലേടാ കുഞ്ഞുങ്ങളെ? എന്തോ അതിനകത്ത് തണുപ്പൊക്കെ മാറി ഇങ്ങ് പോര്. ഇവരെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ തണുപ്പ് സീസണിലായിരുന്നു, ജനുവരിയിലായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു സൂസി പ്രസവിച്ചത്. അതാണ് ഈ കുഴിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് തണുപ്പടിക്കാത്ത രീതിയിൽ ബുദ്ധിപരമായിട്ടുള്ളവർ വീടുണ്ടാക്കിയത്. ഇവർ ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലാ ഏതെങ്കിലും അറിയാത്ത സ്ഥലങ്ങളിലായിരിക്കുമായിരുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു പാൻറ് ഗോവിന്ദ കടിച്ചു തുടങ്ങി 2 പേർ. നല്ല അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ഞാനിന്ന് സുലാൻ പറയുകയാണ്.
നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എല്ലാവരും അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂസിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.